നക്ഷത്രങ്ങളിലെ കേവലമർത്യഭാഷ എന്ന പാട്ടിലൊരു രംഗമുണ്ട്. കഥാനായിക ഒരു കൗമാരക്കാരി പെൺകുട്ടി. അവൾക്ക് കാത് കേൾക്കില്ല, സംസാരിക്കാനുമില്ല. പക്ഷെ നൃത്തം ചെയ്യുന്ന, ചിത്രം വരയ്ക്കുന്ന, ഒരുപാട് വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന വളരെ സർഗ്ഗശേഷിയുള്ളൊരു പെൺകുട്ടി. അവളെ കേവലമർത്യഭാഷ കേൾക്കാത്ത ദേവദൂതിക എന്നാണ് കവി പോലും പറയുന്നത്. അതായത് മനുഷ്യൻ്റെ ഈ ചീള് ഭാഷയൊന്നും മനസ്സിലാകാത്ത, അതിലൊക്കെ എത്രയോ ശ്രേഷ്ഠമായ ശൈലി മാത്രം സംസാരിക്കാൻ അറിയുന്ന ഒരു ദേവദൂതിക. സീനിൽ അവൾ നൃത്തമൊക്കെ ചെയ്ത് ആ ഉന്മാദത്തിൽ ആടിത്തളർന്ന് അവളുടെ മുത്തശ്ശിയുടെ അടുത്ത് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് നൃത്തം കണ്ടു നിൽക്കുന്ന കാഴ്ചക്കാരിൽ നമ്മുടെ കൗമാരക്കാരനായ നായകനുണ്ട്. ഈ ക്യാമറ ഇങ്ങനെ സൂമാകും തോറും അവൻ്റെ മുഖം ഇങ്ങനെ ഗൗരവമായിട്ട് വരും. അതായത് ആ നൃത്തം കണ്ട് നിൽക്കുമ്പോൾ അവൻ പയ്യെ ചിന്തിച്ചു തുടങ്ങുകയാണ്, ആർക്കൊക്കെയുള്ള ദൂതുമായിട്ട് 7 കരകൾക്കും 7 കടലുകൾക്കും ഒക്കെ അപ്പുറത്തുനിന്ന് ഏതോ സ്വർഗത്തിൽ നിന്ന് വന്ന, ഇവിടെ വന്നപ്പോൾ വിനിമയത്തിൻ്റെ ഫ്രീക്വൻസി ബാൻഡ്വിഡ്ത്ത് മാറിപ്പോയ ഈ ദേവദൂതികയ്ക്ക്, ഈ ഹെവൻലി മെസ്സഞ്ചറിന് നമുക്കൊക്കെ അറിയാത്ത, നമ്മളോട് പറയാനാവാത്ത എന്തെല്ലാം കാര്യങ്ങൾ, ദുഃഖങ്ങൾ, സന്തോഷങ്ങൾ. അപ്പോൾ വരുന്ന വരി അങ്ങനെ തന്നെയാണ്: അന്തരശ്രു സരസിൽ നീന്തിടും ഹംസഗീതങ്ങളില്ലയോ, ശബ്ദസാഗരത്തിൽ അഗാധ നിശബ്ദ ശാന്തതയില്ലയോ. ഈ സംസാരിക്കാൻ പറ്റാത്തതിൻ്റെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെയൊക്കെ സങ്കടത്തിൻ്റെ അലമാലകൾ തിരതല്ലുന്ന ഉള്ളിലെ ആ പൊയ്കയിൽ എത്ര ഹംസഗീതങ്ങളുണ്ടായിരിക്കാം, ശബ്ദത്തോടുള്ള ആഗ്രഹമുണ്ടായിരിക്കാം, ശബ്ദത്തിൻ്റെ അങ്ങേയറ്റമെത്തിയ നിശബ്ദത ഉണ്ടായിരിക്കാം എന്നൊക്കെ അവനിങ്ങനെ ആഴത്തിൽ ചിന്തിച്ചു പോവുകയാണ്. അത്ര മനോഹരമായിട്ട് ഫ്രെയിം ചെയ്യപ്പെട്ട ഒരു രംഗമാണത്. അതിൻ്റെ വിഷ്വൽ കൊണ്ട്, അതിൻ്റെ കോമ്പോസിഷൻ കൊണ്ട്, അതിൻ്റെ വരികൾ കൊണ്ട്, അതിൻ്റെ സംഗീതം കൊണ്ട്, ആലാപനം കൊണ്ട്. അതിലൊരു പ്രത്യേകത എന്തെന്നാൽ, കഴിഞ്ഞ ദിവസം അന്തരിച്ച നമ്മുടെ മഹാനായ ചലച്ചിത്രകാരൻ ഷാജേൻകറിനാണ് അതിൻ്റെ ക്യാമറ. എത്ര പ്രതിഭാശാലിയ ഒരു സിനിമാറ്റോഗ്രാഫർ കൂടിയായിരുന്നു ആ മഹാനായ സംവിധായകനെന്ന് നമുക്ക് കാട്ടിത്തരുന്ന അനേകം രംഗങ്ങളിലൊന്നു കൂടിയാണ് ആ പാട്ട്, കേവലമർത്യഭാഷ.